വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓമജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖ്യ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി ഭാഷാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാലോ അല്ലെ? ഇന്നെന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? എന്താണ്? രാമനവമി. ഓക്കെ, വെരി ഗുഡ് സുഭാംഗി, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി രാമനവമി എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? ആരാണ് രാമചന്ദ്രമൂർത്തി? ലോർഡ് രാമ ആരായിരുന്നു? ആർക്കറിയാം ആരാണ് രാമ? ആർക്കും അറിയില്ല രാമൻ ആരാണെന്ന്? ഭഗവാൻ കൃഷ്ണൻ തന്നെയാ. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഭഗവാൻ എപ്പോഴെല്ലാം ഓരോ യുഗങ്ങളിലും നമ്മള് അധർമ്മം കൂടുന്ന സമയത്ത്, ഭൂമിയിലുള്ള ആർക്കും ഈ അധർമ്മം വളരെയധികം കൂടി അതിനെ നശിപ്പിക്കാൻ പറ്റാത്ത സമയത്ത് അവര് ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യും, അങ്ങ് ഭൂമിയിലേക്ക് വരണം, കാരണം ഞങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്താണ് എല്ലാ കൺട്രോളേഴ്സ്, ഇപ്പൊ നമ്മൾ നോക്കിയതില്ലേ, നമുക്ക് ഈ യൂണിവേഴ്സില് there are controllers, there are managers. ഇവരെല്ലാം ചെന്നിട്ട് ഭഗവാനോട് പറയും, ഭഗവാനെ ഇപ്പത്തെ ലോ ആൻഡ് ഓർഡർ ഈസ് ഡിഫിക്കൽട്ട്, മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ പറയും, ശരി, ഐ വിൽ കം ഡൗൺ. അതുപോലത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എപ്പോ? ത്രേതായുഗത്തില്. ആ സമയത്തില് ഒരു രാക്ഷസൻ, ഹി ബിക്കേം വെരി പവർഫുൾ, ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചു ഈ രാക്ഷസൻ. എന്താണ് ഈ രാക്ഷസന്റെ പേര്? അമൃതേഷ്. അമൃതേഷിന് അറിയാം എന്താണ് ഈ രാക്ഷസന്റെ പേര്? രാവണൻ. രാവണൻ, അതെ. താങ്ക് യു സോ മച്ച് അമൃതേഷ്. ഓക്കെ, സോ രാവണൻ ആക്ച്വലി നമ്മുടെ ഭൂമിയെ മാത്രമല്ല, രാവണൻ എന്ന് പറയുന്ന ആ രാക്ഷസൻ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് അദ്ദേഹം കീഴടക്കി വെച്ചത്? ഈവൻ കൺട്രോളേഴ്സിനെ വരെ കീഴടക്കി അത്ര. അതായത് നമുക്ക് യൂണിവേഴ്സൽ അഫയേഴ്സ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കൺട്രോളേഴ്സ് ഉണ്ട്. ഇവരെ കീഴടക്കാൻ മനുഷ്യർക്ക് പറ്റില്ല. കാരണം ഭഗവാൻ അവരെ നിയോഗിച്ചിരിക്കുകയാണ് ഈ പോസ്റ്റിലേക്ക്. ബട്ട് ഈ കൺട്രോളേഴ്സിനെ വരെ ആര് കീഴടക്കി? രാവണൻ കീഴടക്കി. ബിഗ് ഇഷ്യൂ. അപ്പോ ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരെല്ലാം ചെന്ന് വിഷ്ണുവിനോട് പറയും, ഭഗവാനെ, വി കാണ്ട് കണ്ടെയ്ൻ ദിസ് പേഴ്സൺ. അങ്ങനെ ഭഗവാൻ വളരെ മേഴ്സിഫുൾ ആയിട്ട്, വളരെ കരുണയോടുകൂടി ഭഗവാൻ പറയും, ഓക്കെ, ഞാൻ വരാം. ബട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്?
ഈ രാവണന് വളരെയധികം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ രാക്ഷസന്മാർക്ക് ശക്തി കിട്ടുന്നത്? പൊതുവെ രാക്ഷസന്മാർക്ക് മനുഷ്യരെക്കാൾ ശക്തിയുണ്ട്. ബട്ട് അവർ പവർഫുൾ ആവുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? അവര് തപസ് അനുഷ്ഠിക്കും. ഓസ്റ്റെറിറ്റീസ്. സോ എനി പേഴ്സൺ ഹു ഡസ് ഓസ്റ്റെറിറ്റി, ഏത് വ്യക്തിയാണെങ്കിലും അവര് തപശ്ചര്യകൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ they become powerful. എന്താ ഓസ്റ്റെറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കറിയാം തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ തപസ് അല്ലെങ്കിൽ ഓസ്റ്റെറിറ്റി? ആദിത്യ ദീപകിന് അറിയാമോ? ഇല്ല. അറിയില്ല? തപസ് എന്ന് പറഞ്ഞാൽ അറിയില്ല? ഇല്ല. അറിയില്ല. ഹു എൽസ്? ഗോകുൽ? ഓക്കെ, ഗോകുൽ ഇല്ല. നാരദ മുനിദാസ്. ഓക്കെ, ഇത് കുട്ടിയാണോ അതോ അച്ഛനാണോ? കുട്ടിയാണ് പ്രഭു. ആണോ? നാരദ മുനിദാസും. നൈസ്. നാരദ മുനിദാസൻ എന്തായാലും അറിയണം. അറിയില്ല? ആർക്കറിയാം ഓസ്റ്റെറിറ്റി അല്ലെങ്കിൽ തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം എന്താ? ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ. കൃഷ്ണ. ഓക്കെ, വെരി ഗുഡ്. എന്തിനാണ് ഡിസിപ്ലിൻ നമുക്ക്? നമ്മുടെ ലൈഫില് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സമയം തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എപ്പോഴും? നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജീവിതത്തിൽ? ആരും നിങ്ങളോട് പറയത്തില്ല ഓക്കെ പഠിക്കണ്ട, നിങ്ങള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണ്ട, ഡിവോഷണൽ സർവീസ് ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യും ജീവിതത്തിൽ? നിങ്ങൾ പറയാം അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് പഠിക്കണം, എനിക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം എന്നൊക്കെ പറയുക നിങ്ങൾ. എന്ത് പറയും നിങ്ങള്? പ്ലീസ് അച്ഛ അമ്മ അങ്ങനെ പറയല്ലേ, എന്നെ പഠിക്കാൻ വിടൂ എന്ന് പറയുക നിങ്ങള്? എന്ത് പറയും നിങ്ങള്? നിങ്ങൾ മിണ്ടാതിരിക്കും. ഏതാ നിങ്ങൾ ചെയ്യാൻ പോകുന്ന? ആദിദേവിന് ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയും ഓക്കെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ പഠിക്കാതിരിക്കാം, ശരി ഞാൻ കളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കും അല്ലെ? എല്ലാവർക്കും ഫ്രീ ടൈം കിട്ടുന്ന ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ആഹാ, രാവിലെ തന്നെ ഞങ്ങളൊക്കെ സൺഡേ മോർണിംഗിൽ വിളിച്ചുണർത്തിയിട്ട് കിടന്നുറങ്ങേണ്ട സമയമായിരുന്നു അല്ലേ? ആ സമയത്ത് നമ്മളെ കൊണ്ടൊന്ന് സൂമിൽ കൊണ്ട് വെച്ചിരിക്കേ. അപ്പോ കളിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഓസ്റ്റെറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിഷ്ടമില്ലാത്തത് എന്തോ അത് നമ്മളുടെ ഗുണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ദിസ് ഇസ് ഓസ്റ്റെറിറ്റി. തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വോളണ്ടറിലി ഓക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല എങ്കിലും ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഗുണമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ വോളണ്ടറിലി ചെയ്യണമെങ്കിൽ, ഞാൻ എൻ്റെ ഇഷ്ടത്തോടു കൂടി ഞാൻ ചെയ്യണമെങ്കിൽ ഇത് തപസ്സാണ്.
ഉം. അപ്പോ നിങ്ങള് നമ്മുടെ പുരാണിക് കഥകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ അസുരന്മാരും സ്വാഭാവികമായിട്ട് അവർക്ക് ശക്തി വേണമെന്നെങ്കിൽ എങ്ങനെയുള്ള ശക്തി അവർക്ക് വേണ്ടത്? കൺട്രോളിങ് പവേഴ്സ്. അവരെന്ത് ചെയ്യും? അവര് പോയിട്ട് തപസ്സുകൾ അനുഷ്ഠിക്കും. ഓസ്റ്ററിറ്റീസ്, വോളണ്ടറിലി പെയിൻ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഓസ്റ്ററിറ്റി. സോ നമ്മൾ ജീവിതത്തില് വോളണ്ടറി ആയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഈ പെയിൻ വിച്ച് വി നോ, നമുക്കറിയാം ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുമെന്ന് അറിയണമെങ്കിൽ then we will do it. ഇതാണ് ഓസ്റ്ററിറ്റീസ്. ഓസ്റ്ററിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യും തോറും നമ്മളുടെ പവേഴ്സും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ തപസ് അനുഷ്ഠിച്ച രാവണൻ ആരുടെ അടുത്താണ് തന്റെ ആരെ പ്രീതിപ്പെടുത്തുവാനാണ് അദ്ദേഹം തുനിഞ്ഞത്? ആരാ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് തപസ് അനുഷ്ഠിച്ചത്? ബ്രഹ്മദേവനെ. എന്തിനാ ബ്രഹ്മദേവനെ തപസ് പ്രീതിപ്പെടുത്തണം? പകരം എന്ത് കിട്ടും? വരം കിട്ടും. രാവണന് തപസ് അനുഷ്ഠിച്ച് ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് വരം കിട്ടും. അപ്പൊ രാവണൻ എന്തായിരുന്നു വേണ്ടത്? അദ്ദേഹത്തിന് ഒരിക്കലും മരിക്കണ്ട. അസുരന്മാർക്ക് they don't like to, they like to take birth. പക്ഷെ അവർക്ക് മരിക്കുന്ന കാര്യം അവർക്ക് ഇഷ്ടമല്ല. കാരണം മരിച്ചു കഴിഞ്ഞാല് പിന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ രാവണൻ പറഞ്ഞു, എനിക്ക് മരണം എനിക്ക് വേണ്ട, എനിക്ക് അതുകൊണ്ട് ഞാൻ എപ്പോഴും ജീവിക്കണം എന്നുള്ള ഒരു വരം തരാൻ പറഞ്ഞു. അപ്പൊ ബ്രഹ്മ പറഞ്ഞു, സോറി, അത് തരാനുള്ള ശക്തി എനിക്കില്ല. ആരാണോ ജനിക്കുന്നത് അവര് മരിക്കണം. ദാറ്റ് ഈസ് ഫോർ ഷുവർ. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഏതൊരു വ്യക്തിയാണോ ജനിക്കുന്നത് ആ വ്യക്തി മരിക്കുകയും വേണം. അപ്പോ ഇത് എനിക്ക് തരാൻ പറ്റത്തില്ല. അപ്പൊ രാവണന് ഓപ്ഷൻ നമ്പർ ബി ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി. എന്താണ്? ശരി, എന്നാൽ എന്നെ കൊല്ലുവാനായിട്ട് ദേവന്മാർക്കോ അസുരന്മാർക്കോ അങ്ങനെ അദ്ദേഹം കുറെ ആൾക്കാരിൽ നിന്നും തനിക്ക് മൃത്യു ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവരാരാലും താൻ വധിക്കപ്പെടാൻ പാടില്ല. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോ വളരെ വീക്കായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ, രണ്ട് സ്പീഷീസിന്റെ പേര് രാവണൻ പറഞ്ഞില്ല. അസുരന്മാരിൽ നിന്ന് എനിക്ക് മരണം ഉണ്ടായിരുന്നു, രാക്ഷസന്മാരിൽ നിന്നും ഉണ്ടാവരുത്, ഗന്ധർവന്മാരിൽ നിന്നുണ്ടാവരുത്, നാഗന്മാരിൽ നിന്നുണ്ടാവരുത്, അങ്ങനെ എല്ലാവരുടെയും പറഞ്ഞു. രണ്ട് സ്പീഷീസ് ഹി കൺസിഡേർഡ് ദം വീക്ക്. വീക്കസ്റ്റ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസ് അദ്ദേഹം പറഞ്ഞില്ല. എന്തുകൊണ്ടാ പറയാ? രാവണൻ അറിയായിരുന്നു അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ആരായിരുന്നു ഈ വീക്കസ്റ്റ് സ്പീഷീസ്? ഏറ്റവും വീക്കായിട്ടുള്ള രണ്ട് സ്പീഷീസ് ആരായിരുന്നു? കൃഷ്ണ. ഒന്ന് മനുഷ്യൻ. വെരി ഗുഡ്. ഹു എൽസ്? വാനര. ആരാണ് വാനരൻ എന്ന് പറഞ്ഞു? കൊരങ്ങന്മാർ അല്ലെ? വാനര. അപ്പോ ദേ ആർ ഓൾസോ ഹ്യൂമൻ ലൈക്ക്. നര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യനുമായിട്ട് സാദൃശ്യമുണ്ട്. കിം നര എന്ന് ചോദിച്ചു കഴിഞ്ഞാല്
വാട്ട് കൈൻഡ് ഓഫ് എ നര, അതാണ് അതിന്റെ അർത്ഥം. കിം പുരുഷ, വാട്ട് കൈൻഡ് ഓഫ് എ പുരുഷ. സോ വാനര മീൻസ് ദേ ഓൾസോ ഹാവ് സിമിലാരിറ്റി. മനുഷ്യരുമായിട്ട് സിമിലർ ആണ്. സോ വാനര ആൻഡ് ഹ്യൂമൻസ്, ഇവർക്ക് രണ്ടുപേരിലും നിന്നും ഐ ഡോണ്ട് മൈൻഡ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, സോ ഐ വിൽ കം ഡൗൺ, ഞാൻ വരും, ഞാൻ വരാൻ പോകുന്നത് ഐ വിൽ കം ആസ് എ ഹ്യൂമൻ, മനുഷ്യനായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രാമായണം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ, ഐ മീൻ വാൽമീകി മഹർഷിയുടെ രാമായണം നോക്കിക്കഴിഞ്ഞാൽ രാമനെ കാണിക്കുന്നത് മോർ ഓഫ് എ ഹ്യൂമൻ സൈഡ് ആണ് കാണിക്കുന്നത്. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ പാസ്റ്റ് ടൈംസ് ലീലകൾ കാണിക്കുമ്പോൾ അതിൽ ഡെപ്പിക്ട് ചെയ്യുന്നത് എന്താണ് കാണിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ ഹ്യൂമൻനെസ്. വാൽമീകി മഹർഷി അദ്ദേഹത്തിനെ ഭഗവാനായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, ബട്ട് ഹ്യൂമൻനെസ്, ആ മനുഷ്യന്റെ സൈഡാണ് കാണിക്കുന്നത്. ബട്ട് ചില സമയങ്ങളിൽ ഭഗവാൻ സ്വയം റിവീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഹി നോസ് ഹി ഈസ് ഹ്യൂമൻ, പക്ഷെ ചില സമയത്ത് ഹി വിൽ റിവീൽ, ഹിൽ സേ, ഓ ഞാൻ ഐ വിൽ ഡിസ്ട്രോയ് ദ യൂണിവേഴ്സ് എന്ന് പറയാം. ഓക്കെ, പക്ഷെ എന്നിട്ട് ഭഗവാൻ പറയും, നിങ്ങളെല്ലാവരും, ദേവന്മാരെല്ലാവരും, നിങ്ങളും എന്റെ കൂട്ടത്തില് നിങ്ങളും ജനിക്കണം, ബട്ട് യു ഷുഡ് ടേക്ക് ബർത്ത് ഇൻ വാനര ഫാമിലി. അപ്പൊ എല്ലാ ദേവി ദേവന്മാരും എഗ്രി ചെയ്തു. അവരെല്ലാം പറഞ്ഞു, ശരി മൈ ലോർഡ്. എന്തുകൊണ്ട് അവർ എഗ്രി ചെയ്യുന്നത്? ബിക്കോസ് ദേ ആർ സെർവൻസ് ഓഫ് ദ ലോർഡ്. ഭഗവാന്റെ ആശ്രിതന്മാരായിരുന്നു. സെർവൻസ് എന്ത് ചെയ്യും എപ്പോഴും? ദേ ഒബേ ദ ലോർഡ്. ഭഗവാൻ ഈസ് സോ ഗ്രേറ്റ്. സോ കൺട്രോളേഴ്സ് ഉണ്ടല്ലോ, ഈ ഭൂമിയുടെ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിന്റെ കൺട്രോളേഴ്സ്. There is a controller who takes care about water. There is a controller who takes care about the air. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ഭൂമിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് സീസൺസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എവ്രി ഡേ സൺറൈസ് അല്ലെ? എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നില്ലേ? എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. ചന്ദ്രൻ വരുന്നുണ്ട്. എവ്രിതിങ് ഈസ് ഇൻ ഓർഡർ. എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത്? നിങ്ങൾ നാട്ടില് ട്രാഫിക് ബ്ലോക്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയൊക്കെയാണ് ആൾക്കാർ, നിങ്ങൾ ട്രാഫിക് ബ്ലോക്ക് വരുന്നത്? ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാല് ആ സിഗ്നൽ കുറച്ചു നേരത്തേക്ക് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്ന? ഒരു വണ്ടി അവിടുന്ന് വരും, വേറൊരു വണ്ടി ഇവിടുന്ന് വരും, വേറൊരു വണ്ടി ഇവിടുന്ന് വരും, മൊത്തം ജാമാവും അല്ലെ? പക്ഷെ നിങ്ങൾ നോക്കിയ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ട്രാഫിക് ലൈറ്റ് ഒന്നും ഇല്ല. ഈ ട്രാഫിക് ലൈറ്റ് ഒന്നും ഇല്ലാഞ്ഞിട്ടും ഈ പ്ലാനറ്റ്സും ഈ ഗ്രഹങ്ങളും ഈ ഉപഗ്രഹങ്ങളും ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? നമ്മള് മനുഷ്യർ ഇന്റലിജൻസ് ഉണ്ടായിട്ട് നമ്മൾ സിഗ്നൽ വെക്കുന്നു, നമ്മള് ഇവിടുന്ന് പോകാനായിട്ട് നമ്മള് റെഡ് സിഗ്നൽ കൊടുക്കുന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ റെഡ് സിഗ്നൽ കൊടുക്കുന്നു, ബട്ട് സ്റ്റിൽ വി ഹാവ് ട്രാഫിക് ജാം. ഇത്ര ആൾക്കാർ നിന്നിട്ട്. പക്ഷെ ഈ മോഷൻസ്, ഈ ഗ്രഹങ്ങളുടെ മൂവ്മെന്റ് ഒക്കെ നോക്കുമ്പോ അവിടെയെങ്കിലും ഒരിക്കലും ഒരു ജാമും ഇല്ല. സൂര്യൻ ഒരു ദിവസം നിങ്ങൾ വിചാരിക്കാൻ സഡൻലി സൂര്യനെ കാണാനില്ല. ഹാപ്പൻഡ്. സൂര്യൻ ഈസ് ഓൺ ഹോളിഡേ. സൺഡേ ഈസ് ഹോളിഡേ ഫോർ സൂര്യ. പെർഫെക്റ്റ് അല്ലേ?
എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ കൺട്രോൾഡ്. എവിടെ യു ഫൈൻഡ് ഒരു ടൈം ടേബിൾ പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആരോ ഈ ടൈം കീപ്പ് ചെയ്യാനായിട്ട് സംബഡി ഈസ് കൺട്രോളിങ്. അല്ലേ? നിങ്ങൾ നിങ്ങളുടെ റൂമൊക്കെ വൃത്തികേടാക്കി ഇട്ട് ഒരു ദിവസം, നിങ്ങൾക്ക് എക്സാം ആയിരുന്നു, ബുക്സ് ഒക്കെ അവിടെ ഇട്ട് എല്ലാ അഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടു. നിങ്ങൾ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ ബുക്സ് ഒക്കെ വളരെ നീറ്റാക്കി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും? ഓ, ഓട്ടോമാറ്റിക്കലി ബുക്സ് എല്ലാം ശരിയായി വന്നു എന്ന് വിചാരിക്കുമോ? അല്ലെങ്കിൽ ബുക്സ് എല്ലാം കൂടി തന്നെ വന്ന് ഡ്രോയറിൽ കറക്റ്റ് ആയിട്ട് ഇരുന്നു എന്ന് വിചാരിക്കുമോ? എന്ത് വിചാരിക്കും നിങ്ങൾ? വീട്ടിലെ അഴുക്കെല്ലാം തന്നെ പുറത്തേക്ക് പോയെന്ന് വിചാരിക്കുമോ? എന്ത് വിചാരിക്കും നിങ്ങൾ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ രസിക. ആരോ ക്ലീൻ ചെയ്തു, അമ്മയായിരിക്കും എന്ന് വിചാരിക്കും അല്ലെ? അപ്പോ നമ്മൾ കണ്ടില്ല ആരാണ് ക്ലീൻ ചെയ്തെന്ന്. പക്ഷെ നമുക്ക് ഒരു ബുദ്ധിയുണ്ട്, തന്നെ ഇതൊന്നും സംഭവിക്കത്തില്ല. നമ്മുടെ ചെറിയ റൂമിനകത്ത് പോലും ഇത് തന്നെ സംഭവിച്ചില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇതെങ്ങനെ എല്ലാം തന്നെ സംഭവിക്കുന്നു? പെർഫെക്റ്റ് ഓർഡറിൽ. എങ്ങനെയാ ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത്? അതോ സയന്റിസ്റ്റ് അവിടെ ഇരുന്ന് സ്വിച്ച് ഇടുന്നുണ്ടോ? ഈ സ്വിച്ച് ഇടുമ്പോ സൂര്യൻ വരുന്നു, ഈ സ്വിച്ച് ഇടുമ്പോ ചന്ദ്രൻ വരുന്നു. ആരെങ്കിലും അവിടെ ഇരുന്ന് സ്വിച്ച് ഇടുന്നുണ്ടോ? ഇല്ല. സോ ആരാണ് നമുക്ക് കാണാൻ പറ്റാത്തൊരു സ്വിച്ച് ഇടുന്നത്? കൺട്രോളേഴ്സ്. ഈ യൂണിവേഴ്സില്, ഈ പ്രപഞ്ചത്തില് നമുക്ക് കൺട്രോളേഴ്സ് ഉണ്ട്. സാധാരണ കൺട്രോളേഴ്സ് ആണ്, ദർ വെരി ബിഗ് ഹ്യൂജ് കൺട്രോളേഴ്സ്. പക്ഷെ ഈ കൺട്രോളേഴ്സ് എല്ലാം ദേ ഒബേ കൃഷ്ണ. അവരെല്ലാം ഭഗവാൻ വിഷ്ണുവിനെ അവരെപ്പോഴും അനുസരിക്കും. എത്ര പവർഫുൾ ആണെങ്കിലും ദേ ഒബേ. അതുകൊണ്ട് ലോർഡ് വിഷ്ണു ഇവരോട് പറയാണ്, നിങ്ങളെല്ലാം വാനരകുലത്തിൽ വന്ന് ജനിക്കണം എന്ന് പറഞ്ഞപ്പോ they said, okay my lord. ഒന്ന് ആലോചിച്ച് നോക്കി, ഈസ് ഇറ്റ് ഗുഡ്? ഒരു കുരങ്ങന്റെ ഫാമിലിയിൽ വന്ന് ജനിക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ? നിങ്ങൾ എത്ര പേര് റെഡിയാണ് ഒരു കുരങ്ങന്റെ ഫാമിലിയിൽ ജനിക്കാൻ? ശ്രീലക്ഷ്മി, യു ആർ റെഡി? യെസ് ഓർ നോ? നോ അല്ലേ? നമ്മൾ ആരും റെഡിയല്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? They said, yes my lord. ഇതാണ് ഭഗവാനും നമ്മുടെ ദേവീ ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാന്റെ ഭക്തന്മാരാണ് ഇവരെല്ലാം. അതുകൊണ്ട് ബ്രഹ്മദേവനും മഹാദേവനും നമ്മുടെ ഇന്ദ്രനും ചന്ദ്രനും വായുദേവനും ഇവരെല്ലാം ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ മൈ ലോർഡ്, അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞങ്ങള് വാനര കുലത്തിൽ വന്ന് ജനിക്കാം. ദേവന്മാര് they always listen to വിഷ്ണു. എന്തുകൊണ്ടാ ഭഗവാൻ എപ്പോഴും ദേവന്മാര് പറയുന്ന കേൾക്കുന്നത്? കാരണം ദേവന്മാര് ഭഗവാന്റെ ഒബീഡിയൻസ് സെർവൻസ് ആണ്. എല്ലാ ദേവി ദേവന്മാരും ഭഗവാന്റെ ഒബീഡിയൻസ് സെർവൻസ് ആണ്. എപ്പോ ഭഗവാൻ ആവശ്യപ്പെടുന്നുവോ അപ്പോഴെല്ലാം ഈ ദേവന്മാര് they follow him. അങ്ങനെ ഇവരെല്ലാവരും വന്നിട്ട്
ഓരോ ഫാമിലിയിൽ ഓരോ എന്താ പറയണ ഓരോ വാനര ഫാമിലീസിൽ അവര് ജനിക്കും. അപ്പോ ഇവരെല്ലാം വന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഭഗവാൻ വരാനായിട്ട്. അപ്പൊ ഭഗവാൻ അപ്പിയർ ചെയ്യുന്നത്, ഭഗവാൻ ഓൾറെഡി പറയും, ഞാൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തിയുടെ പുത്രനായിട്ട് ഞാൻ ജനിക്കും. അപ്പോ ഭഗവാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടാണ് ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്നത്. ഇതാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. എന്തുകൊണ്ടാണ്? നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ജനിക്കണമെന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഡിസൈഡ് ചെയ്തിട്ടാണോ ജനിച്ചത്? ഓക്കെ, ഞാൻ ഇന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് ജനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ജനിച്ചത്? നിങ്ങൾ അറിഞ്ഞൂല്ലേ? നിങ്ങളോട് ചോദിച്ചോ, ശരി നിങ്ങൾ റെഡിക്കാൻ സുഭാങ്കി ഈ സ്ഥലത്ത് ജനിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചിട്ടാണോ ജനിച്ചത്? ഇല്ല, നമ്മളോട് ആരും ചോദിച്ചില്ല. വി ആർ ഓട്ടോമാറ്റിക്കലി ദൈവനേത്രേന നമ്മളെല്ലാം ജനിച്ചു. ഭഗവാൻ ജനിക്കുമ്പോഴോ പ്രീ പ്ലാൻഡ്. ആരാ ഇതെല്ലാം പ്ലാൻ ചെയ്യണത്? ഭഗവാൻ. അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീതയിൽ പറയത്തില്ലേ, ജന്മകർമ്മചമേ ദിവ്യം. എന്താണ് ആ ശ്ലോകം? ആർക്കറിയാം? ആർക്കെങ്കിലും അറിയാം ഈ ശ്ലോകം? Who knows? ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഭഗവാന്റെ ജന്മവും കർമ്മവും ദിവ്യം. ദിവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസെൻഡന്റൽ ആണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ആർ ഓൾസോ ഡിവോട്ടഡ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? തത്വതഃ തെക്ത്വാദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. നമ്മൾ ഈ ശരീരം നമ്മൾ ഒരു ദിവസം ഈ ശരീരം വിട്ടു പോകുന്ന സമയത്ത് പിന്നെ നമുക്കൊരു ശരീരം എടുക്കേണ്ടി വരില്ല. ദിസ് വിൽ ബി അവർ ലാസ്റ്റ് ജന്മം. എല്ലാ ജന്മങ്ങളിലും നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എവിടെ നിന്ന് തൊട്ട് പഠിക്കണം? ABCDEFGH അതൊക്കെ പഠിക്കണം അല്ലെ? I ഒക്കെ പഠിക്കണം അല്ലെ? മാത്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, കള്ള ഹിസ്റ്ററി പഠിക്കണം. നമ്മളെല്ലാം പഠിക്കണം. നിങ്ങൾ പറയോ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ പഠിച്ചതാ, അതുകൊണ്ട് ഈ ജന്മത്തില് ഞാൻ പഠിക്കുന്നില്ല? ഈ ജന്മത്തിൽ വരുമ്പോഴും നിങ്ങൾ ഈ വെച്ച് തന്നെ പഠിക്കണം. പക്ഷേ എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവാനെ പറ്റി? ഓ, കൃഷ്ണ അല്ലെങ്കിൽ രാമചന്ദ്രമൂർത്തിയുടെ ജന്മവും കർമ്മവും ഈസ് ദിവ്യം. Then you don't have to take birth again. പിന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു ജന്മം എടുക്കേണ്ട ആവശ്യമില്ല. ഈ ജന്മം നമ്മളുടെ ലാസ്റ്റ് ജന്മമാകും. ദാറ്റ് മീൻസ് ഞാൻ എക്സിസ്റ്റ് ചെയ്യത്തില്ലേ? യെസ്, വി എക്സിസ്റ്റ്. നമ്മള് ഈ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ദുഃഖമുള്ള സ്ഥലത്ത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. പെയിൻ ഉള്ള സ്ഥലത്ത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. പെയിൻ ഇല്ലാത്ത സ്ഥലവുമുണ്ട്. പെയിൻലെസ്, വറിലെസ്, ടെൻഷൻലെസ്, അങ്ങനെയുള്ള സ്ഥലമുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് സ്പിരിച്വൽ വേൾഡ്. സോ ഭഗവാൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് സ്പിരിച്വൽ വേൾഡിലാണ്. പക്ഷെ ഭഗവാനോട് അത്ര ഇഷ്ടമില്ലാത്തവര് ദേ എക്സിസ്റ്റ്
അവർ ചൂസ് ചെയ്തു എനിക്ക് സ്പിരിച്വൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. സോ ദേ സെഡ് ഐ വിൽ എക്സിസ്റ്റ് ഇൻ മെറ്റീരിയൽ വേൾഡ്. മെറ്റീരിയൽ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ആക്ച്വലി ഓൺലി എ ടെമ്പററി പ്ലേസ്. പക്ഷേ നമ്മള് ഭഗവാനുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് വി വിൽ ഓൾവേസ് ഗെറ്റ് പെയിൻ ഇൻ ദിസ് വേൾഡ്. എന്തുകൊണ്ടാണ്? ലൈക്ക് നമ്മള് വി ആർ എഗെയിൻസ്റ്റ് ഭഗവാന്റെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട്. സോ അതുകൊണ്ട് ഈ രാവണൻ ഹി ബിക്കെയിം വെരി പവർഫുൾ. അപ്പൊ രാവണനെ വധിക്കുവാനായിട്ടാണ് ശ്രീരാമചന്ദ്രമൂർത്തി അദ്ദേഹം ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വന്നത്. ആരാണ് രാമചന്ദ്രമൂർത്തിയുടെ പാരന്റ്സ്? ആർക്കറിയാം? ദശരഥ മഹാരാജാവ്. ഓക്കെ, റൈറ്റ് ആൻസർ വേദ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. പിന്നെ ആരാണ്? കൗസല്യ സുപ്രജ. യെസ്, കൗസല്യ. രാമചന്ദ്രമൂർത്തിയുടെ മാതാവ് കൗസല്യ, പിതാവ് ദശരഥ മുനി, ദശരഥ മഹർഷി, സോറി മഹാരാജാവ്. അതുകൂടാതെ ഭഗവാൻ വന്ന സമയത്ത് ഭഗവാന്റെ തന്നെ എക്സ്പാൻഷൻസ് ഉണ്ട്. ആ എക്സ്പാൻഷൻസുമായിട്ടാണ് വന്നത്. നമുക്കറിയാം ലക്ഷ്മണൻ, ഓക്കെ, ശ്രീരാമചന്ദ്രമൂർത്തി, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. അപ്പോ ഭഗവാൻ വരുമ്പോ അതും ഒരു ലീലയാണ്. ഹിസ് ഓൺ വിഷ്, ഭഗവാന്റെ തന്നെ വിഷാണ്. ഇപ്പൊ ദശരഥ മഹാരാജാവിന് അദ്ദേഹം കുറെ പ്രായമായിട്ടും അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. ആൻഡ് ദശരഥ മഹാരാജ് വാസ് വറീഡ്. എത്ര നാളായിട്ട് എനിക്ക് കുട്ടികളില്ലല്ലോ, ഞാൻ പോയതിനു ശേഷം ആരെന്റെ രാജ്യം ഭരിക്കും? ദിസ് വാസ് ഹിസ് വറി. അപ്പൊ ദശരഥ മഹാരാജാവ് എന്ത് ചെയ്യും? അദ്ദേഹം തന്റെ ഗുരുവിനെ വിളിക്കും. സോ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈവൻ രാജാവ്, ഈവൻ ഇഫ് ഹിസ് കിങ്, ഹി ലിസൺസ് ടു ഹിസ് ഗുരു. എന്താണ്? രാജാവ് എല്ലാം മാനേജ് ചെയ്യുന്നത് ബൈ അഡ്വൈസ് ആണ്. സോ രാജാവാണെങ്കിൽ കൂടി ഹി ഓൾവേസ് നീഡ് അഡ്വൈസ്. രണ്ട് തരത്തിലുള്ള അഡ്വൈസ് രാജാവിന് വേണം. ഒന്ന് സ്പിരിച്വൽ മാറ്റേഴ്സ്, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ദെൻ അദ്ദേഹം എന്ത് ചെയ്യും? തന്റെ സ്പിരിച്വൽ പെർസെപ്റ്ററിന്റെ അടുത്ത് പോകും. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു വസിഷ്ഠൻ. ഇനി വസിഷ്ഠൻ ദശരഥ മഹാരാജാവിന്റെ മാത്രമല്ല, ദശരഥ മഹാരാജാവിന്റെ അച്ഛന്റെയും അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അങ്ങനെ അച്ഛന്റെ 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 എല്ലാവരുടെയും ഗുരുവായിരുന്നു വസിഷ്ഠൻ. അദ്ദേഹത്തിന്റെ ആ രഘുകുല വംശത്തിന്റെ മുഴുവനും ഗുരുവായിരുന്നു. അപ്പൊ വസിഷ്ഠന്റെ അടുക്ക് ചെന്നിട്ട് പറയും, അല്ലയോ ഗുരു, എനിക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു അശ്വമേധ യജ്ഞം നടത്താൻ ആഗ്രഹിക്കുന്നു. സോ കൈൻഡ്ലി ബ്ലസ്. അപ്പൊ വസിഷ്ഠൻ പറയും, ഓക്കെ, നടത്തിക്കോളൂ, നമുക്ക് ഇന്ന ഇന്ന ഋഷിമാരെയൊക്കെ വിളിക്കാം, ഇന്ന ഇന്ന മുനിമാരെയൊക്കെ വിളിക്കാം. അപ്പോ ഇത് ദേ ഹാവ് സ്പിരിച്വൽ പെർസെപ്റ്റർ, ഗുരുക്കന്മാരുണ്ട് സ്പിരിച്വൽ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാനായിട്ട്. ഇതേപോലെ ദേ ഓൾസോ ഹാവ് അതർ ഇന്റലിജന്റ് ഗ്രൂപ്പ്. വേറെയും ഇന്റലിജന്റ് ആയിട്ടുള്ള അഡ്വൈസേഴ്സ് അവർക്കുണ്ട്. അതിൽ ഒരു അഡ്വൈസറിന്റെ പേരാണ് സുമന്ത്രൻ. സുമന്ത്ര വന്നിട്ട് രാജാവിനെ കണ്ടിട്ട് പറയും, മഹാരാജ്, പണ്ട് അങ്ങ് ചെറുതായിരുന്ന സമയത്ത് ആ സമയത്ത് വേറെ മഹർഷിമാര് വന്ന് പറഞ്ഞു, ദശരഥന് പ്രായമാവുന്ന സമയത്ത് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാവില്ല.
ആ സമയത്ത് ദശരഥ മഹാരാജാവ് he will do പുത്രകാമേഷ്ടി യജ്ഞ, പുത്രകാമേഷ്ടി യജ്ഞം ചെയ്യും. അപ്പൊ പുത്രകാമേഷ്ടി യജ്ഞം ചെയ്താൽ he will get a son. ഓക്കെ, അപ്പോ നമ്മള് സ്ക്രിപ്റ്റേഴ്സിൽ നമ്മളുടെ വേദിക് സ്ക്രിപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാല് സ്ക്രിപ്റ്റേഴ്സ് നമുക്ക് ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം തരും. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഒരു ഡിസയർ ഉണ്ട്, ഒരു ആഗ്രഹമുണ്ട്, ആൻഡ് നമുക്ക് ആ ആഗ്രഹം ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേദങ്ങളില് എങ്ങനെ ആ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാമെന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. സോ നമ്മള് ആ യജ്ഞം അനുഷ്ഠിച്ചു കഴിഞ്ഞാല് അവർ ഡിസയേഴ്സ് ഗെറ്റ് ഫുൾഫിൽഡ്. പുത്രകാമേഷ്ടി യജ്ഞം ആരാണോ ഒരു പുത്രനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് പുത്രകാമേഷ്ടി യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ they will get a പുത്രൻ. പുത്രൻ മാത്രമല്ല, they will get പുത്രി ഓൾസോ. ഇറ്റ് ഗെറ്റ്സ് എ, പക്ഷെ അതിന്റെ പേര് പുത്രകാമേഷ്ടി എന്നാണ്. എന്താണോ നമ്മൾ ഡിസയർ ചെയ്യുന്നത്, ഐ വാണ്ട് എ പ്രജ, എനിക്ക് ഒരു കുട്ടി ഉണ്ടാവണം, പുത്രിയോ പുത്രനോ ആവട്ടെ, എന്റെ ഡിസയർ എന്താണോ അതനുസരിച്ച് ഞാൻ ഈ യജ്ഞം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് എ ഡിസെൻഡന്റ്. അപ്പൊ അങ്ങനെ വസിഷ്ഠൻ പറയും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുത്രകാമേഷ്ടി യജ്ഞം ചെയ്യണമെങ്കിൽ വി നീഡ് വൺ ഗുഡ് മഹർഷി. ആ മഹർഷിയുടെ പേരാണ് ഋഷ്യശൃംഗൻ. ഋഷ്യശൃംഗൻ വന്ന് ചെയ്താൽ മാത്രമേ ഈ യജ്ഞം സക്സസ്ഫുൾ ആവുള്ളൂ. ഹി ഈസ് ദ ബെസ്റ്റ്. പക്ഷെ ഋഷ്യശൃംഗൻ അദ്ദേഹം എപ്പോഴും കാട്ടിലാണ്. അപ്പോ ഒരു ക്വാളിറ്റി ഉണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഋഷ്യശൃംഗൻ ആരാണോ യജ്ഞം അനുഷ്ഠിക്കുന്ന വ്യക്തി, ഹി ഷുഡ് നെവർ സീൻ, ഒരു സ്ത്രീയെ പോലും അദ്ദേഹം കാണാത്ത വ്യക്തിയായിരിക്കും. ഒരു പ്രാവശ്യം പോലും സ്ത്രീകളെ കാണാത്ത വ്യക്തി. അപ്പൊ ഋഷ്യശൃംഗൻ ആക്ച്വലി വാസ് ബോൺ ഇൻ ദ ഫോറസ്റ്റ്. ഓക്കെ, ഋഷ്യശൃംഗന്റെ പിതാവ്, ഫാദർ ആരായിരുന്നു? വിഭാണ്ഡകൻ. ഓക്കെ, അപ്പൊ വിഭാണ്ഡകന്റെ വൈഫ് ശാന്തകുമാരി അല്ല. ശാന്തകുമാരി അത് ഋഷ്യശൃംഗൻ മാരി ചെയ്യുന്നതാണ് ശാന്തേന. ഓക്കെ, വിഭാണ്ഡകൻ എന്ന് പറയുന്ന ഒരു ഋഷിയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ. ഇപ്പൊ വിഭാണ്ഡകൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, വിഭാണ്ഡകൻ എപ്പോഴും അദ്ദേഹം വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു മുനിയായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ്? അദ്ദേഹത്തിന് മോക്ഷം വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു മഹർഷിയായിരുന്നു. ആൻഡ് ഹി വാസ് ഡൂയിങ് തപസ്, ഓസ്റ്റെറിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, എന്തിനാ നമ്മൾ ധ്യാനിക്കുന്നത്, ഓസ്റ്റെറിറ്റി ചെയ്യുന്നത്? പവർ കിട്ടാനായിട്ടാണ് ചെയ്യുന്നത്. അസുരന്മാർ ഓസ്റ്റെറിറ്റി ചെയ്യുന്നത് പവറിന് വേണ്ടിയാണ്. മുനിമാർ ഓസ്റ്റെറിറ്റി ചെയ്യുന്നത് മോക്ഷത്തിന് വേണ്ടിയാണ്. സോ വിഭാണ്ഡകൻ വാസ് ഡൂയിങ് ദിസ് ഓസ്റ്റെറിറ്റി. അപ്പൊ ദേവേന്ദ്രൻ വിചാരിക്കും, എന്തിനാണ് ഈ ഋഷി എപ്പോഴും ഇരുന്ന് ഓസ്റ്റെറിറ്റി ചെയ്യുന്നത്? ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കള്ള റീസൺ ഉണ്ടോ? ദേവേന്ദ്രന് പേടിയായി. ദേവേന്ദ്രൻ പറയും, ഇത് ശരിയല്ലല്ലോ, വിഭാണ്ഡകൻ ഭയങ്കരമായിട്ട് ഓസ്റ്റെറിറ്റി ചെയ്യുന്നു. ഇനി വിഭാണ്ഡകന് എന്റെ പൊസിഷനിൽ നോട്ടമുണ്ടോ? ഭയങ്കര പവർഫുൾ ആയി കഴിഞ്ഞാല് ഹി ക്യാൻ ബിക്കം ഇന്ദ്ര,
സോ എങ്ങനെയെങ്കിലും വിഭാണ്ഡകന്റെ ഈ ഓസ്റ്ററിറ്റീസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്യും? നേരെ ബ്രഹ്മദേവന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ ബ്രഹ്മദേവന്റെ അടുത്തേക്ക് എന്നിട്ട് പറയും, ബ്രഹ്മദേവ പ്ലീസ് ഹെൽപ്പ്. അപ്പൊ ബ്രഹ്മദേവൻ ഈ യൂണിവേഴ്സിന്റെ ഫസ്റ്റ് ക്രിയേഷൻ ആണ്. സോ ഹീസ് നോൺ ആസ് പിതാമഹ. അപ്പൊ ചോദിക്കുക, എന്താണ് ഇന്ദ്ര നിന്റെ പ്രശ്നം? നീ അങ്ങ് കണ്ടില്ലേ വിഭാണ്ഡകൻ അവിടെ എന്ത് ചെയ്യാണ്? തപസ് ചെയ്യേ. എന്തിനാ? എനിക്ക് തോന്നണത് വിഭാണ്ഡകന് എന്റെ ഇന്ദ്ര പദവി വേണം എന്ന് പറയും. അപ്പൊ ബ്രഹ്മദേവൻ പറയും, അയ്യേ ഡോണ്ട് വറി, ഹി ഈസ് നോട്ട് ലുക്കിംഗ് അറ്റ് ദാറ്റ്. അപ്പൊ ഇന്ദ്രൻ പറയും, അല്ലല്ല, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം, പ്ലീസ് ബ്ലെസ് മീ. അപ്പൊ ചോദിക്കും, എന്താ വേണ്ടത്? അപ്പൊ പറയും, എനിക്ക് ബ്രഹ്മലോകത്തു നിന്നുള്ള ഒരു അപ്സരസിനെ വേണം. അപ്പൊ ഇന്ദ്രന്റെ കയ്യില് കുറെ അപ്സരസുകളുണ്ട്. അല്ല, നമ്മൾ കേട്ടിട്ടില്ല ഉർവശി, മേനക എന്നൊക്കെ പറഞ്ഞ കുറെ സെലസ്റ്റിയൽ ലേഡീസ് ഉണ്ട്. പക്ഷെ ഇന്ദ്രന് ബ്രഹ്മദേവന്റെ ലോകത്തുനിന്ന് ഒരു അപ്സരസിനെ വേണം. അപ്പോ ബ്രഹ്മാവ് പറയും, ഓക്കെ യു ടേക്ക് ഹെർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്സരസിനെ കൊണ്ടുവരും. പക്ഷെ ബ്രഹ്മലോകത്തുള്ള അപ്സരസുകളെല്ലാം അവരെല്ലാം സെൽഫ് റിയലൈസ്ഡ് ആണ്. അവരുടെയൊക്കെ ലക്ഷ്യം എന്തായിരിക്കും? ദേ ഓൾവേസ് ഡു തപസ് സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് മോക്ഷ. അപ്പൊ ഇന്ദ്രൻ ഈ അപ്സരസിനെയും കൊണ്ട് ഭൂമിയിലേക്ക് വരും. അപ്പൊ ഈ അപ്സരസ് ചോദിക്കും, ഇന്ദ്ര വാട്ട് ഈസ് ദിസ് യുവർ മോട്ടീവ്? എന്തിനാ നീ എന്നെയും കൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുന്നത്? പറയും, എനിക്ക് വിഭാണ്ഡകന്റെ തപസ് മുടക്കണം. ഞാൻ സ്വർഗത്തു നിന്നുള്ള അപ്സരസുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാല് വിഭാണ്ഡകൻ ചിലപ്പോൾ അവരെ ശപിച്ചില്ലാതാക്കി. അപ്പൊ ഈ അപ്സരസ് പറയും, എനിക്ക് വിഭാണ്ഡകന്റെ മനസ്സ് ഇവിടെ നോക്കി അറിയാം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്ദ്ര പദവി എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. നീ അനാവശ്യമായിട്ടാണ് ഇന്ദ്ര നീ ഇത് ചെയ്യുന്നതെന്ന് പറയും. ഇന്ദ്രൻ പറയും, പറയാൻ പറ്റത്തില്ല, ഇന്നില്ലായിരിക്കും, പക്ഷെ നാളെ വന്നുകൂടായില്ലെന്നല്ലേ? അല്ലെ? ഇന്ന് എനിക്ക് ഒരുത്തൻ ആഗ്രഹം ഉണ്ടാവില്ല, ബട്ട് ടുമോറോ ഹി ക്യാൻ ബി. അപ്പൊ ഈ ദേവി ചോദിക്കും, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. പറയും, ഇദ്ദേഹത്തിന്റെ തപസ് അങ്ങ് ദേവി മുടക്കണം എന്ന് പറയും. ഇന്ദ്രൻ ഈ ദേവിയുടെ കാൽക്കൽ വീണിട്ട് പറയും, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയും. അപ്പൊ ദേവി പറയും, ഓക്കെ. അപ്പൊ ഈ ദേവി ചെന്നിട്ട് ഈ വിഭാണ്ഡകൻ ഇരിക്കുന്ന കാട്ടിൽ ചെന്നിട്ട് ആ ദേവി മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. മെഡിറ്റേഷന്റെ കൂട്ടത്തില് ഈ ദേവി മന്ത്രങ്ങളും ഉച്ചരിക്കാൻ തുടങ്ങും. അപ്പൊ വിഭാണ്ഡക മുനി വന്ന് നോക്കുമ്പോ ഒരു ലേഡി വനാന്തർ ഭാഗത്ത് നിന്നിട്ട് മന്ത്രങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഉച്ചരിക്കുന്നു. വിഭാണ്ഡം വിചാരിക്കും, ഇതാരാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും. അപ്പൊ വിഭാണ്ഡകൻ ചോദിക്കും, ദേവി ആരാ നീ എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഞാൻ പറയാം ഞാൻ ആരാണെന്ന്, ബട്ട് ഐ ഹാവ് ഒരു ആവശ്യമുണ്ട്. എനിക്കൊരു വരം വേണം. എന്താണ്? എനിക്ക് അങ്ങയുടെ പുത്രനെ വേണം എന്ന് പറയും. ഐ വോണ്ട് ടു മാരി യു. വിഭാണ്ഡകൻ പറയും, സോറി, എനിക്ക് ഗൃഹസ്ഥാശ്രമമൊന്നും താല്പര്യമില്ല. എനിക്കൊരു ലക്ഷ്യമുള്ളൂ, ഐ വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് മെറ്റീരിയൽ വേൾഡ്. അപ്പൊ പറയും, then you already promised. അങ്ങ് പ്രോമിസ് ചെയ്തു. വിഭാണ്ഡം വിചാരിക്കും, വാട്ട് ഷുഡ് ഐ ഡു നൗ? വിഭാണ്ഡം വിചാരിക്കും, എന്തിനാണ് ബ്രഹ്മദേവൻ എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു കുഴിയിൽ ചാടിക്കാൻ നോക്കുന്നത്? ഹി വാസ് വറീഡ്. ഹി അണ്ടർസ്റ്റുഡ് എന്താ റീസൺ എന്നൊക്കെ. സോ വിഭാണ്ഡകൻ പറയും, ഓക്കെ, ഞാൻ എന്റെ തേജസ് ഐ വിൽ ഗീവ് ഇറ്റ് ടു യു. യു ടേക്ക് ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് എ സൺ എന്ന് പറയും. എന്നിട്ട് വിഭാണ്ഡകൻ അവിടെ നിന്ന് പോകും. അപ്പൊ ഈ ദേവി എന്ത് ചെയ്യും? നൗ ഹെർ പർപ്പസ് ഇസ് അക്കംപ്ലിഷ്ഡ്. എല്ലാം സംഭവിച്ചല്ലോ. ദേവി അദ്ദേഹത്തിന്റെ തേജസ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. പക്ഷെ ഒരു
മാൻ വന്നിട്ട് ആ തേജസ് അക്സെപ്റ്റ് ചെയ്യും. ആ മാനിൽ നിന്നും ജനിക്കുന്ന കുട്ടിയാണ് ഋഷ്യശൃംഗൻ. അൺബിലീവബിൾ അല്ലേ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത്? നിങ്ങൾ സ്പൈഡർമാൻ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ സ്പൈഡർമാൻ വരുന്നത്? കണ്ടിട്ടില്ല? ആരും മനസ്സിലാക്കിയിട്ടില്ല? ആർക്കും അറിയില്ല സ്പൈഡർമാൻ എന്താന്ന്? അറിയില്ല? ഈ കൂട്ടത്തിൽ ആർക്കും അറിയില്ല? ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഓക്കെ, ആൺകുട്ടികളോട് ചോദിക്കാം. ആർക്കറിയാം സ്പൈഡർമാൻ ആരാണെന്ന്? അശ്വിൻ, കൃഷ്ണ, നാരദ, മുനിദാസ്, ഇവർക്കാർക്കും അറിയില്ലേ? സോ ദിസ് ഈസ് പോസിബിൾ. അപ്പൊ അങ്ങനെ ഋഷ്യശൃംഗന് ഹി ഹാസ് നെവർ സീൻ ഒരു ലേഡീനെ പോലും ഋഷ്യശൃംഗൻ കണ്ടിട്ടില്ല. കാട്ടിൽ പോലും എല്ലാരും മെയിലായിരുന്നു. വിഭാണ്ഡകൻ മെയ്ഡ് ഷുവർ നോബഡി ഷുഡ് കം. ബട്ട് രോമപാദ മഹാരാജാവ് അദ്ദേഹത്തിന് ഋഷ്യശൃംഗനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ഋഷ്യശൃംഗൻ ഈ സമയത്ത് രോമപാദ മഹാരാജാവിന്റെ എന്താണ് കൊട്ടാരത്തിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ദശരഥ മഹാരാജാവ് ഇൻവിറ്റേഷൻ അയച്ചിട്ട് കുറച്ച് നാളത്തേക്ക് ലെറ്റ് ഹിം കം അശ്വമേധ യജ്ഞം നടത്താനായിട്ട്. അപ്പൊ അങ്ങനെ ഋഷ്യശൃംഗനെ വിളിക്കുകയും ഋഷ്യശൃംഗൻ വരികയും ഋഷ്യശൃംഗൻ ഉടനെ ഈ 2 യജ്ഞങ്ങളും ചെയ്യും. അശ്വമേധ യജ്ഞം പ്ലസ് പുത്രകാമേഷ്ടി യജ്ഞം നടത്തും. ഈ 2 യജ്ഞങ്ങളും ചെയ്യുമ്പോ പുത്രകാമേഷ്ടി യജ്ഞം നടക്കുന്ന കംപ്ലീറ്റ് ആകാൻ നേരത്ത് ഒരു പുത്രകാമേഷ്ടി യജ്ഞത്തിന്റെ പൂർണ്ണാഹൂതി ഫൈനൽ ഓഫറിംഗ് നടത്തുമ്പോൾ ഒരു സ്പെഷ്യൽ ദേവൻ ഈ യജ്ഞത്തിൽ നിന്നും വരും. അദ്ദേഹത്തിന്റെ കയ്യില് ഒരു വലിയ ബൗളുണ്ട്. ആ ബോൾ മുഴുവനും പായസമാണ്. അപ്പൊ ആര് പായസം കഴിക്കുന്നു, they will beget a son, അവർക്ക് കുട്ടികൾ ഉണ്ടാവും. അപ്പോ മഹാരാജാവ് ദശരഥ മഹാരാജാവ് നോക്കുമ്പോ ഇതൊരു വലിയ വ്യക്തി, അയാളുടെ കയ്യിരിക്കുന്ന കംപ്ലീറ്റ് പായസം ബോൾ ഉണ്ടല്ലോ, അത് ബിഗർ ദാൻ ദർ പാലസ്. ആര് കുടിക്കും അത്ര പായസം? സോ വസിഷ്ഠ അദ്ദേഹം he touch and make it small. അപ്പോ അദ്ദേഹത്തിന്റെ ഇന്ന് ഈ പായസത്തിന്റെ ബോൾ വാങ്ങിച്ചിട്ട് ദശരഥ മഹാരാജാവ് ഈ പായസം അദ്ദേഹത്തിന്റെ ഭാര്യമാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് പ്രിഫറൻസ് ഫസ്റ്റ് ഭാര്യക്കാണ്, കൗസല്യ. അപ്പൊ റൂൾ അനുസരിച്ചിട്ട് ഫസ്റ്റ് കൊടുക്കേണ്ടത് ആർക്കാണ്? ആദ്യത്തെ ഭാര്യയ്ക്ക് കൊടുക്കണം. പിന്നെ കൊടുക്കേണ്ടത് ഏറ്റവും യങ്ങസ്റ്റ് വണ്ണിന് കൊടുക്കണം. നമ്മുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് അനുജന്മാരോ അനുജത്തിമാരോ ഉണ്ടെങ്കിൽ അച്ഛനും അമ്മ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ആദ്യം ആർക്ക് കൊടുക്കും? അത് നിങ്ങൾക്ക് വരുമോ അതോ ഏറ്റവും ഇളയ ആൾക്ക് കൊടുക്കുമോ? അപ്പോ സെക്കൻഡ് അദ്ദേഹം കൊടുക്കേണ്ടത് ഏറ്റവും യങ്ങസ്റ്റ് ആയിരുന്നു. അതാരായിരുന്നു? കൈകേയി. അപ്പൊ ദശരഥ മഹാരാജ് എന്നിട്ട് നോക്കി, വാട്ട് ഈസ് ദാറ്റ്? കൗസല്യ എന്ത് ചെയ്തു? ആദ്യം കിട്ടിയ പായസം ഷീ ടുക്ക്. കൈകേയി തന്റെ പായസം ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഒരു പങ്ക് സുമിത്രയ്ക്ക് കൊടുത്തു. സുമിത്ര ഈ സെക്കൻഡ് വൈഫ്, രണ്ടാമത്തെ പത്നിയായിരുന്നു. ഷീ ഡിഡ്ന്റ് ടേക്ക്. ദശരഥ മഹാരാജാന്റെ കയ്യിൽ കുറച്ചുകൂടി പായസം ഉണ്ടായിരുന്നു. സോ വാട്ട് ഹി ഡിഡ്, ആ ഒരു പായസത്തിന്റെ പങ്കും ആർക്ക് കൊടുത്തു? സുമിത്രാ ദേവിക്ക് കൊടുത്തു. അപ്പോ ആദ്യം ആര് കഴിച്ചു? കൗസല്യ. രണ്ടാമത് ആര് കഴിച്ചു?
കൈകേയി. മൂന്നാമതാ 2 പോർഷനും സുമിത്രാദേവി കഴിച്ചു. അപ്പോ അവർക്കെല്ലാവർക്കും ആ ഓർഡറില് ഓരോ കുട്ടികൾ ജനിച്ചു. ഫസ്റ്റ് ആര് ജനിച്ചു? കൗസല്യാദേവിയിൽ നിന്നും ശ്രീരാമ. സെക്കൻഡ് ആരാണ് ജനിച്ചത്? ആർക്ക് പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും പറയാമോ? ഭരതൻ. ഭരതൻ. വെരി ഗുഡ് കൃഷ്ണ. യെസ്. ആരിൽ നിന്നാണ് ഭരതൻ ജനിച്ചത്? കൈകേയിൽ നിന്നും ഭരതൻ. സുമിത്രയിൽ നിന്നും 2 കുട്ടികൾ ജനിച്ചു. എന്തുകൊണ്ടാണ് 2 കുട്ടികൾ ജനിച്ചത്? 2 ഭാഗം കഴിച്ചോണ്ട്. 2 ഭാഗം കിട്ടി. 2 പോർഷൻസ് അല്ലേ? ഫസ്റ്റ് പോർഷൻ വാസ് ലക്ഷ്മണ. നെക്സ്റ്റ് ആരായിരുന്നു? ശത്രുഘ്നൻ. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ തന്നെ വിസ്തരണങ്ങളാണ്. ഭഗവാൻ പൂർണ്ണനാണ് അല്ലെ? ഭഗവാൻ കംപ്ലീറ്റ് ആണ്. ഭഗവാന്റെ വിസ്തരണങ്ങളും കംപ്ലീറ്റ് ആണ്. ഭഗവാനിൽ നിന്ന് എന്തെല്ലാം ക്രിയേഷൻ ഉണ്ടാകുന്നു അതെല്ലാം കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇതാണ് ഭഗവാന്റെ ക്വാളിറ്റി. ഭഗവാൻ കംപ്ലീറ്റ് ആണ്. ഭഗവാനിൽ നിന്നും വരുന്നതെല്ലാം കംപ്ലീറ്റ് ആയിരിക്കും. ഇനി ഭഗവാനിൽ നിന്നും കുറെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോംസ് വന്നാലും ഹി ഈസ് ഓൾവേസ് കംപ്ലീറ്റ്. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പായസം കിട്ടിയാൽ നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന ഫ്രണ്ട്സിന് ഈ പായസം നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു കയ്യിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കും. നിങ്ങൾ 10 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പായസം തീരില്ലേ? കുറച്ച് ഒഴിച്ചു കൊടുത്താ. ബട്ട് ഭഗവാന്റെ കേസ് അങ്ങനെയല്ല. ഭഗവാൻ തന്റെ പായസം 10 ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞാലും 10 ഗ്ലാസും ഫുള്ളായിരിക്കും, ആദ്യത്തെ ഗ്ലാസും ഫുള്ളായിരിക്കും. ദിസ് ഇസ് പൂർണ്ണം. ഈസ് കംപ്ലീറ്റ്. അതേപോലെയാണ് ഭഗവാന്റെ എക്സ്പാൻഷൻസും വിസ്തരണങ്ങൾ. ഭഗവാൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം കംപ്ലീറ്റ് ആണ്. ഈ വേൾഡ് നോക്കിയേ, ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം ഈസ് കംപ്ലീറ്റ്. പുറത്തുനിന്ന് യാതൊരു സപ്പോർട്ടും വേണ്ട. ഇറ്റ്സ് ഫുൾ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്. അതേപോലെ ഭഗവാന്റെ ക്രിയേഷൻ, ഈ ക്രിയേറ്റഡ് എൻറ്റിറ്റീസ്, ലിവിങ് ബീയിങ്സിനെ നോക്കിയേ, ഇവിടുത്തെ ജീവജാലങ്ങൾ, ദേ ആർ ഓൾസോ കംപ്ലീറ്റ്. അപ്പൊ എല്ലാം ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് എവ്രിതിങ് ഈസ് കംപ്ലീറ്റ്. സോ ഇന്നത്തെ ദിവസം ആണ് ശ്രീരാമചന്ദ്രമൂർത്തി ജനിച്ച ദിവസം. ഭഗവാൻ ജനിക്കുമ്പോ നമ്മൾ പറയത്തില്ല ജന്മം എന്ന് പറയില്ല. നമ്മൾ എന്ത് പറയും? എന്താണ്? അപ്പിയറൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അവതരിച്ചു എന്ന് പറയും. എന്തുകൊണ്ട് അവതരിച്ചു അല്ലെങ്കിൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്? ഭഗവാൻ അദ്ദേഹത്തിന്റെ വില്ലോട്, അദ്ദേഹത്തിന്റെ ഇഷ്ടത്തോടെ വന്നു. ദാറ്റ് ഈസ് വൈ വി സെഡ് അപ്പിയറൻസ്. സോ രാമനവമി ഇസ് എ ഡേ വെൻ ലോർഡ് രാമ അപ്പിയർഡ്. ഈ പ്രപഞ്ചത്തില് രാമചന്ദ്രമൂർത്തി അപ്പിയർ ചെയ്ത ദിവസം, അവതരിച്ച ദിവസം. ഇനി അവതരിച്ച ദിവസത്തിൽ എന്താ പ്രത്യേകത? ആരാണോ രാമചന്ദ്രമൂർത്തിയെ പ്ലീസ് ചെയ്യുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സ് കിട്ടും. എങ്ങനെയാ ഭഗവാനെ നമുക്ക് പ്ലീസ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളുടെ ബർത്ത്ഡേ ദിവസം വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, വേദയുടെ കയ്യിലിരിക്കുന്ന പെൻസിൽ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓ ടുഡേ ഈസ് യുവർ ബർത്ത്ഡേ അല്ലെ, സോ ക്യാൻ ഐ ഹാവ് യുവർ പെൻസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി വെരി ഹാപ്പി ടു ഗിവ് അല്ലെ. ബട്ട് യു ഡോണ്ട് ലൈക്ക് ടു ഗിവ്. കൊടുക്കണ ഇഷ്ടമല്ല. ബട്ട് ഇന്നത്തെ ദിവസം, ടുഡേ ഈസ് യുവർ ബർത്ത്ഡേ, ബർത്ത്ഡേയുടെ ദിവസമാണ് ആൾക്കാർ എന്ത് ചെയ്യണത്? നമ്മൾ മറ്റുള്ളവർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് അല്ലെ. സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
നിങ്ങൾ സ്വീറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ലേ? അതേപോലെ ലോർഡ് രാമ ഈസ് ഓൾവേസ് മേഴ്സിഫുൾ. എപ്പോഴും മേഴ്സിഫുൾ ആണെങ്കിലും ഇന്നത്തെ ദിവസത്തില് അദ്ദേഹം കൂടുതൽ മേഴ്സിഫുൾ ആണ്. അപ്പൊ ആരാണോ രാമചന്ദ്രമൂർത്തിയുടെ ഇഷ്ടത്തിന് വേണ്ടി ഹു ടേക്സ് എ ലിറ്റിൽ ഓസ്റ്ററിറ്റി ടുഡേ, ആരാണോ ഭഗവാന്റെ നാമങ്ങൾ കൂടുതൽ ജപിക്കുന്നത്, ആരാണോ ഭഗവാനെ പറ്റി കേൾക്കുന്നത്, ആരാണോ ഭഗവാന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നത്, they are very much happy. അവരും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകും, ഭഗവാന്റെ അറ്റൻഷന് പാത്രമാകും. സോ ഇന്നത്തെ ദിവസം അതുകൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഭഗവാന്റെ അപ്പിയറൻസ് ഡേക്ക് നമ്മളെല്ലാവരും ചെന്ന് ഭഗവാന്റെ അടുത്ത് സ്പെഷ്യൽ ബ്ലെസ്സിങ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഭഗവാനെ പ്ലീസ് ചെയ്യാൻ നോക്കാം, ഭഗവാന്റെ കൂടുതൽ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവാനുമായിട്ട് അടുത്തിരിക്കുക. ദിസ് ഇസ് വാട്ട് വി ഡു. അപ്പോ ഭഗവാനെ പ്ലീസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തും ചെയ്യും. ഇന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഫാസ്റ്റ് ചെയ്യും. ആൻഡ് ഫാസ്റ്റിംഗ് ഫോർ ഹിം, ഹി ലൈക്സ് ഇറ്റ്. ഭഗവാന് വേണ്ടി നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ കൃഷ്ണ ഓൾസോ വണ്ടേഴ്സ്, ഓ ഹി ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ മീ, ഓയ് ഗുഡ് ഗേൾ എന്ന് പറയും. സോ ഈ ഡേ നമുക്ക് വളരെ ഓസ്പീഷ്യസ് ആണ്. ഓക്കെ, നമുക്ക് വിൽ സ്റ്റോപ്പ് ഹിയർ. ഇനിയും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉറങ്ങി വീഴും. സോ എനിബഡി, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് രാമായണം ഇഷ്ടമാണോ? എത്ര പേർക്ക് ഇഷ്ടമാണ് രാമായണം? സോ രസികനന്ദ, സുഭാംഗി, ശ്രീലക്ഷ്മി, വേദ, അനന്തകൃഷ്ണൻ ഇഷ്ടമല്ല? ആണ്. സോ വാട്ട് വിൽ കണ്ടിന്യൂ രാമായണ എവറി വീക്ക്. ഫൈൻ ദെൻ, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി രാമനവമി. Thank you, Prabhu. Happy Ramanavami, Prabhu. Thank you so much, Prabhu. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കൂ കുട്ടികള്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can ask. ആർക്കും ഡൗട്ട്സ് ഇല്ല? ഓക്കെ, ഫൈൻ. Thank you, Prabhu. ഓക്കെ. शिल प्रभुपाद की जय, शिल गुरुदेव की जय, अनंत कोटि वैष्णव वृंद की जय. हरे कृष्ण प्रभु. താങ്ക് യു പ്രഭുജി, വളരെ നന്ദി പ്രഭുജി. താങ്ക് യു സോ മച്ച് പ്രഭു. പ്രഭുവിന്റെ തിരക്കിന്റെ ഇടയിൽ പ്രഭു ഇത്രയും നല്ല സമയം കണ്ടെത്തി വരുന്നുണ്ടല്ലോ പ്രഭു. സോറി, ഞാൻ ഇച്ചിരി ലേറ്റ് ആയി. ഐ ആം റിയലി സോറി. നമുക്ക് കമ്മ്യൂണിക്കേഷനില് നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, വാട്സപ്പിലൂടെ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രഭു അത് നമ്മൾ അയക്കുന്ന വാട്സപ്പ് ഒന്ന് ശ്രദ്ധിച്ചോണേ പ്രഭു, പ്ലീസ്. ഡെഫിനറ്റ്ലി ഞാൻ നോക്കാം പ്രഭു. നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് കീർത്തൻ മേളയും അതനുസരിച്ച് നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പ്രഭു. അതുകൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റിയില്ല വാട്സപ്പ് മെസ്സേജസ് ഒക്കെ. നോ പ്രോബ്ലം. നമുക്ക് മറ്റുള്ളവരെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റും. പ്രഭുവിനെ നമുക്ക് അങ്ങനെ ഭഗവാൻ അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടില്ല. ഇല്ല, വാട്സപ്പില് പ്രഭു ഇവിടെ വാട്സപ്പ് ഓപ്പൺ ആണ്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ വാട്സപ്പ് ഓപ്ഷനാ. ഇവിടെ ആരും ലോക്കൽ കോള് ചെയ്യാറില്ല, എല്ലാരും വാട്സപ്പ് കോളേ ചെയ്യാറുള്ളൂ. അങ്ങനെ ശരി, എങ്കിലും വിളിച്ചോളാം, നോ പ്രോബ്ലം. പ്രഭു വളരെ സന്തോഷം. ഡോട്ടീസ് പിള്ളേര് എല്ലാരും വളരെ ഹാപ്പിയാണ്. നല്ല ക്ലാസ് ആണ്, വളരെ സന്തോഷം. ഇത്രയും കാലം നമുക്ക് ഈ ഭാഗ്യം ഭഗവാൻ തന്നില്ല, ഇപ്പോഴാണ് പ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് കിട്ടുന്നത്. നമുക്കിത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയണം പ്രഭു. ദയവായി മുന്നോട്ട് വന്നാലും പ്രഭു. ഞാൻ റെഡിയാണ്. ഞാൻ വിചാരിക്കുന്നു കുട്ടികളും റെഡിയാവണം. അവരെ മോഹൊക്കെ വാടി പ്രഭു പറഞ്ഞപ്പോ അവർ ഹാപ്പിയാണ് തീർച്ചയായിട്ടും. പിന്നെ ചില പിള്ളേർക്ക് വീഡിയോ ഓൺ ചെയ്യാൻ കുറച്ച് മടിയുണ്ട്. ചിലർ രാവിലെ സൺഡേ ആയതുകൊണ്ട് ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് കുളിച്ചിട്ടാണെങ്കിൽ വീഡിയോ ഓൺ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മടിയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം. വളരെ വീഡിയോ ഓൺ ചെയ്യുന്ന പിള്ളേർക്ക് ഇപ്രാവശ്യം നമ്മൾ നോട്ട് ചെയ്തത്
രസികനന്ദ, ശുഭാംഗി ലക്ഷ്മി, അമൃതേഷ്, ലക്ഷ്മി, പിന്നെ വേദ ഇത്രയും പേർക്ക് നമ്മളൊരു ഗിഫ്റ്റ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ഗിഫ്റ്റ് 2-3 പേർക്ക് കൊടുത്തു. ഇനി 2 പേർക്ക് കൊടുക്കാനുണ്ട്. അത് അടുത്ത ആഴ്ചക്കകത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ബൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.